Good morning. Good morning. Happy morning. എല്ലാവരും ഹാപ്പി അല്ലേ? നല്ല മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എനർജറ്റിക് ആയിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരൂ. വീഡിയോ ഓൺ ചെയ്യൂ. നസ്രീൻ, ജിനി, സുബൈദ, ആരിഫ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. വീഡിയോ മോഡിൽ വരിക. റെഹാൻ മാം ഹാപ്പി അല്ലേ? ഓക്കെ. എല്ലാവരും മോർണിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലാണ്. നസ്രീൻ, താങ്ക് യു സോ മച്ച്. ഇന്നലെ ഒരു അടിപൊളി ഒരു ജേണി, ഹീലിംഗ് ജേണി, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഷെയർ ചെയ്തു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അതൊരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും ഈ ഒരു മോർണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതുപോലെ അവരുടെ ആ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ക്ലാസ്സിന്റെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഇന്നത്തെ ടോപ്പിക് വരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഇൻ സ്റ്റഡി എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലോ അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഇൻട്രസ്റ്റിംഗ് ആണോ? എല്ലാവരും ടൈപ്പ് ചെയ്യൂ. അതെ, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു ടോപ്പിക് അല്ലെ? യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും, നല്ല വ്യൂസ് ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കിലുള്ള അങ്ങനെയുള്ള കണ്ടന്റ്സിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടാവും. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? വേണ്ട കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഡിവൈൻ പവർ അല്ലെ? അതെല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാനും അത് ലൈഫിൽ അപ്ലൈ ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടമാണ്, താല്പര്യമാണ് അല്ലേ? പണം, ആരോഗ്യം, അതുപോലെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ്, നമ്മുടെ ലൈഫിൽ ഹാപ്പി ആവാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ചെയ്യുമ്പോ അല്ലെ, നമ്മളിങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന പോലെ അല്ലല്ലോ. ഇടയ്ക്കൊന്ന് ടൈപ്പ് ചെയ്യാ. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, നമ്മളിപ്പോഴും യെസ്, ഇപ്പോഴും നമ്മള് കുറച്ചൊക്കെ. ഒരാൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത്, അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണ്, നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീഫുകളാണ്. ഇവയെല്ലാം അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രമല്ല. നമ്മളിപ്പോ കേൾക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ ചിന്തിക്കുക? അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അല്ലെ? അത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അട്രാക്ഷൻ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലൈഫ് എന്താണോ അത് നമ്മൾ അട്രാക്ട് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, മീൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, ഇവയൊക്കെ നെഗറ്റീവ് എനർജി ഫ്രീക്വൻസി ആണെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്.
മനസ്സിലായി. അപ്പോൾ ചിലപ്പോഴൊക്കെ എന്നുള്ളത് അത് ശരിയായ ആൻസർ അല്ല. കാരണം നമ്മൾ ഇപ്പോഴും അട്രാക്ഷനിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു മാറ്റമാണ് അത്. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. നിങ്ങൾക്കിപ്പോ എത്ര ഏജ് ആയിട്ടുണ്ട്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? നിങ്ങളുടെ ഏജ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? എത്ര ഏജ് ആയിട്ടുണ്ട് എന്നുള്ളത്? Sorry, 43, 58. ഓക്കെ. ഇതില് മെജോറിറ്റി വരുന്നതും 54 എനിക്ക്. 54. ഓക്കെ. മെജോറിറ്റി വരുന്നതും എത്രയാണ്? 35ന് മുകളിലാണ് അല്ലേ? 60. ഓക്കെ. 35ന് മുകളിലാണ് മെജോറിറ്റി ആളുകളുടെയും പ്രായം വരുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു സെഷനിലേക്കൊക്കെ വന്നത് എപ്പോഴാണ്? നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റെക്കായി നിന്നൊരു സമയത്താണ് അല്ലേ? നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വന്ന ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സിലേക്കും മെഡിറ്റേഷനിലേക്കും ഒക്കെ വന്നിട്ടുള്ളത്. മെജോറിറ്റി വരാറുണ്ട്, ചെറിയ പ്രായത്തിലുള്ളവരും വരാറുണ്ട്. പക്ഷെ മെജോറിറ്റി നോക്കുമ്പോൾ എന്താണ്, ഒരു 35 ഇയേഴ്സിന്റെ മുകളിലേക്കാണ് കൂടുതൽ ആളുകളും വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിൽ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്ക് ഈ ഒരു പ്രായത്തിന് മുകളിലുള്ള ആളുകൾ വരാൻ റീസൺ എന്താണെന്ന് അറിയോ? അതിന്റെ റീസൺ നമ്മൾ ലൈഫിൽ സ്റ്റെക്ക് ആയിട്ടുള്ള ഒരു സമയം അല്ലെ, നമ്മുടെ പ്രോബ്ലംസും ഇനി വാട്ട് നെക്സ്റ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സമയത്ത് നമ്മൾ എത്തി. അത്രയും നമ്മൾ സ്റ്റെക്ക് ആയി പോയി. റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ഉണ്ട്, എന്നും വീട്ടിലെ പ്രശ്നങ്ങളാണ്, പാർട്ട്ണറുമായിട്ട് പ്രശ്നങ്ങളാണ്, മക്കളുമായിട്ട് പ്രശ്നങ്ങളാണ്. ലൈഫ് ഒരു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഹു ആം ഐ. അപ്പോ ഇതിനൊക്കെയുള്ള ഇങ്ങനെയൊക്കെ നമ്മൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ മൈൻഡിന് പവർ ഉണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പവർ ഉണ്ട്, നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളൊരു എനർജി ബോഡിയാണ്, നമ്മുടെ തോട്ട്സിന് എനർജി ഉണ്ട്, വേർഡ്സിന് എനർജി ഉണ്ട്. ഇവയൊക്കെ നമ്മൾ പഠിച്ചത് എപ്പോഴാണ്? നമ്മുടെ ലൈഫിൽ സ്റ്റെക്കായി നമ്മൾ പ്രോബ്ലംസിലൂടെ കടന്നു പോയപ്പോഴാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാന് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറും കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിലൊരു ചാലഞ്ച് വന്നപ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ എന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് ഞാനും ഇങ്ങനെ മെഡിറ്റേഷനിലേക്ക് വരുന്നതും കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും. അങ്ങനെയാണ് എന്താണ് നമ്മൾ, എന്താണ് ഞാൻ, എന്താണ് എൻ്റെ മനസ്സ്, എന്താണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്, എൻ്റെ ബിലീഫ് സിസ്റ്റം എന്താണ്, ഇവയൊക്കെ കുറിച്ച് പഠിക്കാനും ഇതൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും, സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ഇവയെല്ലാം അപ്ലൈ ചെയ്യാനും തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട്, നമ്മുടെ കോഴ്സിലേക്ക് വന്ന ആളുകളൊക്കെ പറയാറുണ്ട്, ഇത് ഇപ്പം EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടല്ലോ നമുക്ക്. അതിലേക്ക് വന്ന ആളുകൾ, ജോയിൻ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷനിൽ മോർണിംഗ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ പറയാറുണ്ട്, എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ഈ ഒരു അറിവ്, ഒരു നോളജ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലൈഫ് ഇത്രയും ബുദ്ധിമുട്ടി എനിക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. ലൈഫ് ഇത്ര സിമ്പിൾ ആണോ, ജീവിതം എന്ന് പറയുന്നത് എത്ര സിമ്പിൾ ആണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് എന്നുള്ളത് അല്ലെ. ഇത് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിലോ, നമ്മുടെ ചെറുപ്പകാലത്തിൽ ഈ ഒരു നോളജും കാര്യങ്ങളും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാമായിരുന്നു അല്ലെ. ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ എല്ലാവരും? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ ഒരു അവയർനെസ് കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നുള്ളത്. യെസ്, 100%. യെസ്, അതെ, അതാണ് ഇതിന്റെ റിയാലിറ്റി.
നമ്മൾക്ക് ആർക്കും ബേസിക്സ് ലെസൺസ് അറിയില്ല. എങ്ങനെ ഇമോഷണലി മെച്യൂർഡ് ആവാം, എങ്ങനെ ഒരാളോട് നമ്മള് വളരെ മെച്യൂർഡ് ആയിട്ട് സംസാരിക്കാം, എങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോ നമുക്കത് തരണം ചെയ്യാം, പിന്നെ എങ്ങനെ ഒരു പാരന്റിങ് എങ്ങനെയാണ് ഒരു പാരന്റിങ് വേണ്ടത്, ഒരു ഗുഡ് പാരന്റിങ് എന്താണ്, ഇവയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല ലൈഫിൽ അല്ലേ. സെൽഫ് ലവ് എന്താണ്, നമ്മൾ നമ്മെ സ്നേഹിക്കണോ, നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഇവയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എങ്ങനെ നമ്മുടെ ആ ഒരു ദേഷ്യം ഇല്ലാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ഇപ്പൊ ലൈഫിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ജീവിച്ചു പോവാനുള്ള ബേസിക്സ് ലെസൺസ് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ റിയാലിറ്റി അല്ലേ. അതങ്ങനെ തന്നെയല്ലേ? അത് തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ശരിക്കും നമ്മൾ സ്കൂളുകളിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സൈക്കോളജി കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതാണ് അല്ലേ. കാരണം നമ്മൾ ആരും പഠിക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ് എഡ്യൂക്കേഷൻ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക് ഞാൻ ആദ്യം പറഞ്ഞു, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ഇൻ സ്റ്റഡി എന്നുള്ളത് അല്ലേ. നമ്മുടെ മക്കൾ ഇപ്പൊ നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെയായി, നമുക്ക് എന്താണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ആർക്കാണ്? നമ്മുടെ മക്കൾക്കാണ്. നമ്മുടെ മക്കൾ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളും, അതിൽ ലോ ഓഫ് അട്രാക്ഷൻ അതെന്താണ്, നമ്മൾ എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, ഇവയെല്ലാം നമ്മുടെ കുട്ടികൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഈസി ആയിരിക്കും അവരുടെ ലൈഫ് അല്ലേ. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രീഷ്യസ് ഗിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അസറ്റ് ആണ് എന്ത്, നമ്മുടെ മക്കൾ അല്ലേ. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൈം വരെ, ഒരു പാരന്റ് ആവുന്നത് വരെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ സന്തോഷങ്ങൾക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ ഒരു പാരന്റ് ആയി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഷിഫ്റ്റ് സംഭവിക്കുകയാണ് അല്ലേ. നമ്മുടെ പ്രയോറിറ്റി മുഴുവൻ നമ്മുടെ മക്കളുടെ കാര്യത്തിലാണ്. അവരുടെ ആരോഗ്യം, അവരുടെ ആ ഒരു അവരുടെ സന്തോഷം, അവരുടെ സമാധാനം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്ക് ലഭിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുക നമ്മുടെ മക്കളിലൂടെയാണ് അല്ലെ. എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ മക്കളെങ്കിലും അത് ആസ്വദിക്കട്ടെ, അവരത് എൻജോയ് ചെയ്യട്ടെ, അവരത് അനുഭവിക്കട്ടെ, ഇതല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോ ഓക്കെ, ഐ മിസ്ഡ്. യെസ്. ഇതിന്റെ റിയാലിറ്റി ഇതാണ്, നമ്മളൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്താണ് പറഞ്ഞു വന്ന എന്താണ്, അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇനി ഈ ഒരു ബേസിക്സ് ലെസൺസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. ഇപ്പോ നമ്മുടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പഠനത്തിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു പീസ്ഫുൾ ലൈഫ്. ഒരു ചെറിയ കുഞ്ഞാണെങ്കിലും ഒരു ഏജ്ഡ് ആയിട്ടുള്ള മുതിർന്ന ഒരാളാണെങ്കിലും ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഒരു പീസ്ഫുൾ ലൈഫാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പീസ്ഫുൾ, ആ ഒരു സമാധാനത്തിന്റെ ലൈഫാണ്. ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ലൈഫാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് എല്ലാവരുടെ ഒരു ബേസിക് നീഡാണ് ലവ് അല്ലെ, സ്നേഹം എന്നുള്ളത്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ട ബേസിക് ലെസൺസ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് ഇപ്പോ ഈ ഒരു വൈകിയ വേളയിൽ കിട്ടിയ ഈ ഒരു അറിവ്, ഈ ഒരു വിസ്ഡം നമ്മുടെ മക്കൾക്ക് നേരത്തെ തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കേസിലേക്ക് വീണ്ടും വരുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ജസ്റ്റ് വിഷ്വലൈസേഷനും അല്ലെങ്കിൽ അഫർമേഷനും യൂസ് ചെയ്തുകൊണ്ട് മാത്രം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമോ? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്, വിഷ്വലൈസേഷൻ പവർഫുൾ ടൂളാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ്, നമ്മൾ എവ്രിതിങ് ഈസ് എനർജി, എല്ലാം എനർജിയാണ്. നമുക്ക് ആ എല്ലാത്തിനും ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. അപ്പം എനർജിയുടെ പ്രത്യേകത എന്താണ്? ഒരേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് അട്രാക്ട് ചെയ്യപ്പെടുക അല്ലെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ഇപ്പൊ വീടാവാം, അല്ലെങ്കിൽ എന്തായിരുന്നാലും അതിനും ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മളുടെ എനർജി ഫ്രീക്വൻസി എത്തിക്കുക, ആ ഒരു ഹയർ ലെവൽ എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ എനർജി ഫ്രീക്വൻസി എത്തിക്കുക എന്നുള്ളതാണ്
ലോ ഓഫ് അട്രാക്ഷനിൽ ആ ഒരു നമ്മൾ ട്യൂൺഡ് ആവുക അല്ലെങ്കിൽ അലൈൻഡ് ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ വിഷ്വലൈസേഷനും അഫർമേഷനും മാത്രം കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൽഫ് ലവ് നമുക്ക് വേണം. നമ്മുടെ എനർജി ഫ്രീക്വൻസി ഹൈ ആക്കുന്നതിന് വേണ്ടതാണ് സെൽഫ് ലവ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി മാത്രം പോരാ. നമ്മുടെ ലൈഫിലുള്ള ഓരോ ബ്ലെസ്സിങ്സിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഓരോ ബ്ലെസ്സിങ്, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ ബ്ലെസ്ഡ് ആയിരിക്കണം. ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ഓരോ ബ്ലെസ്സിങ്സിനും. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ ഫോർഗീവ്നെസ്, അല്ലേ? നമ്മൾ അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. നെഗറ്റീവ്ലി നമ്മുടെ പാരൻസ്, സിബ്ലിങ്സ്, നെയ്ബേഴ്സ് വളരെ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മളിൽ വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്യൂസ് വരും. അപ്പോൾ ഈ ഫോർഗീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അക്സെപ്റ്റൻസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് പ്രോബ്ലം വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡിറ്റാച്ച്മെന്റ്. ഇവയെല്ലാം നമ്മൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കള്, നമ്മൾ അടുത്തിടപഴകുന്ന ലൗഡ് വൺസ് ഉണ്ടാവും നമുക്ക്. അവരോടൊക്കെ നമ്മൾ എല്ലാത്തിനോടും നമ്മളൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. അപ്പൊ ഇവയെല്ലാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു എനർജി ഫ്രീക്വൻസി ഹൈ ആകുന്നതും നമ്മളിലേക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ വളരെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്നതും. ഇപ്പൊ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ്സ് ആണുള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ പോയിട്ട് നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ബേസിക്സ് ലെസൺസ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ വാല്യുബിൾ ആയിട്ടുള്ളതും വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇത്തരത്തിലുള്ള അവയർനെസ്സും കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലേ? നമ്മുടെ മക്കള് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ലോ ഓഫ് സെൽഫ് എസ്റ്റീം, അല്ലേ? നമ്മുടെ സെൽഫ് ലവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ സെൽഫ് ലവ് ഇല്ലാതിരിക്കുന്നതിന്റെ കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു സെൽഫ് ലവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സെൽഫ് ലവ് ആ ഒരു ഹൈ എനർജിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ആ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളാണ് അത് ചെയ്യേണ്ടത്, അല്ലേ? നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ആ ഒരു ആക്ഷൻ എടുക്കേണ്ടതും അതിലേക്ക് നമ്മൾ അവരെത്തിക്കേണ്ടതും, അല്ലേ? കാരണം അവർക്കൊന്നും അറിയില്ല. അവരുടെ ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞവരാണ്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെന്താണ്, നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് എന്താണ്, നമ്മുടെ കുട്ടികൾക്ക് ഒരു ലേസിനെസ്സിലെ കഴിഞ്ഞ സെഷനിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് കുട്ടികൾ അനുഭവിക്കുന്ന ഇഷ്യൂസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ലേസിനെസ്, ഇല്ലേ? മടി. പഠിക്കാൻ ഭയങ്കര മടിയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു മടി വരുന്നത്? അതിനൊക്കെ റീസൺസ് ഉണ്ട്. നമ്മൾ മടി 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 എന്ന് പറഞ്ഞ കുട്ടികളെ വല്ലാതെ ടോർച്ചർ ചെയ്യും, അവരെ വല്ലാതെ വഴക്ക് പറയും, ബ്ലെയിം ചെയ്യും, അല്ലേ? നിന്നെക്കൊണ്ടൊന്നും കഴിയില്ല. അതിന്റെ പിന്നിലൊക്കെ റീസൺസ് ഉണ്ട്. നമ്മൾ ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അറിയാതിരിക്കുന്നത്. എന്താണ് ലേസിനെസിന്റെ റീസൺ ആയിട്ട് വരുന്ന എന്താണ്? ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്. ഗോൾ ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. നമുക്ക് ഗോൾ വേണം എപ്പോഴും. നമുക്ക് എന്ത് വേണം? ഒരു ഗോള് നമ്മുടെ ലൈഫിൽ വേണം, അല്ലെ? നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ? ഒരു ലക്ഷ്യം വളരെ അത്യാവശ്യമാണ്. സോറി, നമ്മുടെ കുട്ടികളുടെ കേസിലും അവർക്കും ഗോൾസ് സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവർ പോവുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാനും ആ ഒരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനും ഒക്കെ ഉണ്ടാവും പഠിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ എക്സാമ്പിൾസിലൂടെ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു ടൂർ പോവാന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വെക്കാം. നമ്മളിപ്പം നാളെ മോർണിംഗിൽ ടൂർ പോവുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നേരത്തെ എണീറ്റ്, ഏർലി മോർണിംഗ് എണീറ്റ്
കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 5:30 അല്ലെങ്കിൽ ഒരു 4:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും ല്ലേ? പോവാനായിട്ട്. അപ്പൊ അതുപോലെ അത് ഡെയിലി അങ്ങനെയാണോ ചെയ്യുന്നത്? ഡെയിലി 6:30, 7 AM-നാണ് എണീക്കാറുള്ളത്. ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ഗോൾ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ഒരു 4:30ക്ക് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 3:30 സമയത്ത് എണീക്കണം അല്ലേ? നമ്മള് കുളിച്ച് ഫ്രഷ് ആവാനൊക്കെയുള്ള ടൈം. അപ്പൊ അത്രയും നമുക്ക് ആ ഒരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. നാളെ എനിക്ക് എന്തുണ്ട്? ടൂർ പോവണം, അല്ലെങ്കിൽ ട്രിപ്പ് പോവണം. അപ്പൊ അതിലേക്ക് നേരത്തെ എണീക്കണം. ഇങ്ങനെയുള്ള പ്ലാനൊക്കെ നമ്മൾ ചെയ്യുമ്പോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് നമ്മൾ എത്തിക്കും. ആ നേരത്തെ എണീക്കാനുള്ള ആ ഒരു ഒരുക്കങ്ങൾ നമ്മുടെ ബോഡി തന്നെ ചെയ്യും. നമ്മള് ഉണരുകയും ചെയ്യും. നമ്മൾ എനർജറ്റിക് ആയിരിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ എണീക്കുന്ന സമയത്ത് എന്തായിരിക്കും? നമുക്ക് എണീറ്റാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എനർജി ഫീൽ ചെയ്യില്ല. നമ്മള് വീണ്ടും കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കേസിലായാലും ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് ടേം ഗോൾസ് ഉണ്ട്, ലോങ് ടേം ഗോൾസ് ഉണ്ട്. ഇപ്പം ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് ചില സബ്ജക്ട്സിൽ ഇപ്പം എല്ലാ സബ്ജക്ട്സിലും ഹൈ മാർക്ക് സ്കോർ ചെയ്യുക, ഇങ്ങനെയുള്ള ഗോൾസ് ഒക്കെ അവർക്ക് സെറ്റ് ചെയ്യാം. ഉം. അതുപോലെ ലോങ് ടേം ഗോൾസിൽ അവർക്ക് എന്താവണം, ലൈഫിൽ അവർ ഏത് ഏരിയയാണ് അവർ കരിയർ അവർ തിരഞ്ഞെടുക്കാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം നമ്മുടെ കുട്ടികള് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് മടി വരാനുള്ള ഒരു റീസൺ ഈ ലാക്ക് ഓഫ് ഗോൾസ് ആണ്. ക്ലിയർ ഗോൾസിന്റെ ലാക്ക് ആണ് അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് വരുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? പുവർ പ്ലാനിങ് സ്കിൽ ഓർ ഇനബിലിറ്റി ടു പ്രയോറിറ്റൈസ് ടാസ്ക്. ഒരു പ്ലാനിങ് ഇല്ലാത്തതാണ്. ഒരു ഡേ എങ്ങനെ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എങ്ങനെ ഏതൊക്കെ രീതിയിൽ അത് പഠിക്കണം, അത് പാർട്ട് പാർട്ടാക്കിയിട്ട് പഠിക്കുക, അതുപോലെ എഴുതി പഠിക്കുക, ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിന്റെ അഭാവമാണ് മറ്റൊരു കാരണമായിട്ട് ലേസിനെസ് വരുന്നത്. നമ്മളിപ്പോ ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇപ്പം തലേ ദിവസം നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെ അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മീൻസ് പുസ്തകങ്ങള്, അവർ ട്യൂഷന് വിടുന്നു, അതുപോലെ ഗൈഡ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അത് മാത്രം പോരാ. അതൊക്കെ അത്യാവശ്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് മാത്രം പോരാ. അവര് എങ്ങനെ പഠിക്കണം? നമ്മുടെ അടുത്ത് ചില കുട്ടികൾ പറയാറുണ്ട്, "എങ്ങനെ പഠിക്കണം എന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് എനിക്കറിയില്ല. ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ എന്നുള്ളത് അറിയില്ല." അപ്പൊ നമ്മുടെ ഒരു ഹെൽപ്പ് അവിടെ അത്യാവശ്യമാണ്. ഈ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ടൈം ടേബിൾ ല്ലേ? ഇപ്പൊ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് നമ്മള് ടു ഡു ലിസ്റ്റിൽ നമ്മള് എഴുതി നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നാളെ രാവിലെ മുതൽ വൺ ബൈ വൺ ആയിട്ട് അവർക്കത് ചെയ്യാൻ പറ്റും ല്ലേ? ഇല്ലെങ്കിൽ എന്താണ്, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണെന്നുള്ളത് ചിന്തിച്ച് നമ്മള് അവിടെ ടൈമാണ് വേസ്റ്റ് ആവുന്നത് അല്ലെ? അതുപോലെ നാളെ ഈ സബ്ജക്റ്റ് പഠിക്കണം. അങ്ങനെ നമ്മള് ഇങ്ങനെ സ്കെഡ്യൂൾ ആയിട്ട് സബ്ജക്റ്റ് ഒക്കെ നമ്മള് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അവയർനെസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എന്താണ്, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അല്ലേ? നിങ്ങളുടെ കുട്ടികൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഗോൾസ് ഉണ്ടോ നിങ്ങളുടെ കുട്ടികൾക്ക്? സെറ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ മക്കള് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ടോ? അതുപോലെ ടൈം ടേബിൾ ഉണ്ടോ അവർക്ക്? ഇല്ല. നോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ. ഷാഫി സർ പറയുന്നു യെസ്, വെരി ഗുഡ്. അതുപോലെ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ മക്കൾക്ക് ഏറ്റവും ബെറ്റർ ആണ് നമ്മൾ നമ്മുടെ മക്കള് ആ ഒരു അവരുടെ അക്കാദമിക്
ലൈഫിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ അവരിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ അടിപൊളിയായിട്ട് പോവാനായിട്ട് സാധിക്കും. ഓക്കെ. അതുപോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ടൈം ടേബിളിൽ നമുക്ക് നമ്മുടെ ഒരു ഹെൽപ്പ് അവർക്ക് വേണം കേട്ടോ. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രയാസമുള്ള സബ്ജക്ട്സ് ഉണ്ടാവും അല്ലേ? ഈ പ്രയാസമുള്ള സബ്ജക്ട്സ് അവരവിടെ എടുത്തു വെക്കും. ബാക്കിയുള്ളത് അങ്ങനെ പഠിച്ചു പോകും. അപ്പൊ എന്താണ് ഫൈനൽ എക്സാമിന് എന്ത് സംഭവിക്കും? എല്ലാ വിഷയങ്ങൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും എന്തുണ്ടാവും? ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. അല്ലെ? ബാക്കിയുള്ള ഈ ഒരു സബ്ജക്റ്റിൽ സ്കോർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്താവും? അവരുടെ പെർസെന്റേജ് കുറഞ്ഞു പോകും. അല്ലേ? അപ്പം അതിന് പകരമായിട്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഏത് ഏരിയയിലാണ് അവർക്ക് പ്രശ്നമുള്ളത് മനസ്സിലാക്കുക. അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഹീലിംഗ് കൂടെ ഇതിൽ വരുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു കുട്ടികൾ ഇപ്പം പ്രസന്റ്ലി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് നമ്മൾ ഹീൽ ചെയ്ത് EFT ടാപ്പിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെന്താണ് ഇവരുടെ ഈ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട മടി ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത് എന്താണ്? അവര് സ്ട്രെസ്സാണ്. കഴിഞ്ഞ സെഷനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പറയാണ്. നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ്, പിന്നെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ? ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നുള്ള കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ആ സ്ട്രെസ് ഒക്കെ അവർ അനുഭവിക്കുന്ന സമയത്തും എന്താണ് അവർക്ക് കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവർക്ക് മെമ്മറിയിൽ അല്ലെ കാര്യങ്ങൾ മെമ്മറി പവർ ഒക്കെ കുറവായിരിക്കും. കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കായാലും അങ്ങനെയല്ല. നമ്മളൊരു കാര്യത്തിന്റെ പേരിൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ നമുക്കൊന്നിലും താല്പര്യം ഉണ്ടാവില്ല, എനർജി ഫീൽ ചെയ്യില്ല. നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും. നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ കിടന്നോ ഈ ഒരു നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. കുട്ടികൾക്ക് പഠിക്കാന്ന് കറക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ അവർക്ക് എന്താണ് അതിനുള്ള സർക്കംസ്റ്റാൻസും കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അവരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ചുറ്റുപാട് അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പോരാ. അവരെ ഏത് സമയം കുറ്റപ്പെടുത്താതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ അപ്രീഷിയേറ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭാഗത്തുനിന്ന് വേണം. അപ്പൊ ഈ കുട്ടികൾക്ക് ഇങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്നതാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെ? ഒരുപാട് പാരന്റ്സ് ഇപ്പൊ പരാതി പറയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഫുൾ ടൈം ഫോണിലാണ് അല്ലെ? കൊറോണയ്ക്ക് ശേഷം വന്നൊരു കാര്യമാണ്. എല്ലാവരുടെ കയ്യിലും ഫോണായി. സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പയ്യെ പയ്യെ അവരിൽ നിന്നും ആ ഒരു സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരിക. ഇതിന്റെ അവയർനെസ് കൊടുക്കുക. എന്താണ് സോഷ്യൽ മീഡിയ അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെ അവരെ പറഞ്ഞ് സ്വീറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ പയ്യെ പയ്യെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ആ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരിക. ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസം കൊണ്ടല്ല, ഒരു 1 മന്ത് കൊണ്ട് അല്ലെങ്കിൽ 2 വീക്സ് കൊണ്ട് ഒരു അരമണിക്കൂറിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പയ്യെ പയ്യെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു ടൈം സെറ്റ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. പഠനത്തിന് വേണ്ടിയിട്ടല്ല, ഇപ്പം എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടൊക്കെ അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ച് സമയം മാത്രം യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ നമ്മുടെ ഒരു സൂപ്പർവിഷൻ എപ്പോഴും വേണം. നമ്മുടെ ഗൈഡൻസിലായിരിക്കണം കുട്ടികൾ ഫോൺ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ ഒരുപാട് സമയം അതിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നമുക്ക് ഹീലിംഗിലൂടെ ഒഴിവാക്കാനായിട്ട് പറ്റും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ മാത്രമല്ല, മറ്റുള്ള അഡിക്ഷൻസും നമ്മുടെ EFT ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തിട്ട് നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമ്മൾ എനർജറ്റിക് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹെൽത്തിയർ ആയിട്ട് നിൽക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അവർ ഹാപ്പി ആവുക, എനർജറ്റിക് ആവുക, സന്തോഷമുള്ളവരാവുക, അതുപോലെ ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതും ഈ ഒരു പഠനം കറക്റ്റ് ആയിട്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു പ്രായത്തില് അഡോളസെന്റ് പ്രായത്തില് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്
റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെ, അവരുടെ തന്നെ ഒരു അല്ലെ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു അട്രാക്ഷനും കാര്യങ്ങളും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവുന്നതാണ്. ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ കുട്ടികൾക്ക് പഠനത്തിൽ നിന്നും ഒരുപാട് പിന്നോട്ട് പോകാനും, അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ടാവുന്ന ബ്രേക്കപ്പ് കാര്യങ്ങൾ അല്ലെ നമ്മുടെ കുട്ടികളെ വല്ലാതെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അതൊക്കെ അവരെ എന്താണ് പഠനത്തെ വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റൂ. അല്ല, നമ്മൾ ഇത്രയും പ്രശ്നങ്ങളിലൂടെ എന്റെ കുട്ടി കടന്നു പോകുന്നുണ്ട്, ഓക്കെ എന്ന് അത് സ്വാഭാവികം എന്ന് വിചാരിച്ചാരും നിൽക്കരുത്. ഇതെല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്കൊക്കെ വരുമ്പോ നമ്മുടെ കുട്ടികൾ ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഞാൻ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് അല്ലെ. ഇത്രയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്താണ്, അവരുടെ എനർജി എന്തായിരിക്കും, ലോ എനർജി ഫ്രീക്വൻസി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അവരും ഒരു എനർജി ബോഡിയാണ്. എവറിത്തിങ് ഈസ് എനർജി അല്ലെ, സയൻസ് പറയുന്നത് എവറിത്തിങ് ഈസ് എനർജി എന്നാണ്. അപ്പം എല്ലാം എനർജിയാണ്, അവരും എനർജിയാണ്. അപ്പൊ അവരുടെ ലൈഫ് ഇപ്പോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവർ ലോ ലെവൽ ഫ്രീക്വൻസിയിലാണ് ഉള്ളത്. അപ്പൊ ഈ ലോ ലെവൽ ഫ്രീക്വൻസി എന്താക്കണം, നമുക്ക് അവരുടെ ലൈഫ് സെക്യൂർ ആവണമെന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം, അവരെ ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കണം. ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൂളാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സെഷൻസ്. EFT ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. സ്റ്റുഡൻസ് മാത്രമാണ് അതിലുണ്ടാവുക. അത് 21 ഡേയ്സ് മെന്റർ സർവീസോട് കൂടിയിട്ടുള്ള 7 ഡേയ്സ് ലൈവ് ക്ലാസ്സോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണത്, ഒരു പ്രോഗ്രാമാണ്. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കാം. നിങ്ങൾ നൽകുന്നതിൽ വെച്ച് ഏറ്റവും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. EFT യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, നമ്മുടെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, നമ്മുടെ ഇമോഷനിൽ നിന്നുള്ള, നെഗറ്റീവ് ഇമോഷനിൽ നിന്നുള്ള ഒരു ഫ്രീഡം ആണ് എന്ത്, ആ ഒരു ഫ്രീഡത്തിലേക്ക് എത്താനുള്ള ഒരു ടൂളാണ്, ഒരു ടെക്നിക്കാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അതൊരു ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ അഫോർമേഷൻ ഇത് മാത്രമൊന്നുമല്ല, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വേ. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള, അത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് EFT എന്നുള്ളത്. അപ്പോൾ നമ്മൾ പല ആളുകളും ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഒരുപാട് ടെക്നിക്സ് അല്ലെ, ടെക്നിക്സ് അപ്ലൈ ചെയ്യാറുണ്ട് ലൈഫിൽ. പക്ഷെ അതൊന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട് അല്ലെ എല്ലാവർക്കും, ഏകദേശം അധികം ആളുകൾക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്രയും അഫർമേഷൻസ് എഴുതി, ഇത്രയും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്, ഞാൻ വിഷ്വൽ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ ആഗ്രഹിച്ച ആ ഒരു അബണ്ടൻസ് എത്താത്തത് എന്നുള്ള ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? അതെ, യെസ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. അതെ, ഒരുപാട് പേർക്കുണ്ട് അല്ലെ ആ ഒരു ഡൗട്ട്. അതിന്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മൾ ആ ഒരു എനർജി ഫ്രീക്വൻസി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ അലൈൻഡ് ആവുക, ട്യൂൺഡ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ എനർജി ഫ്രീക്വൻസി നമ്മൾ ഹൈ ആക്കണം. അതിനെന്ത് വേണം? ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ എനർജി ഫ്രീക്വൻസി എന്തായിരിക്കും? ലോ എനർജി ഫ്രീക്വൻസി ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു എനർജി ഫ്രീക്വൻസി ഹൈ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. കോഴ്സിലേക്ക് വരിക. ഇപ്പോൾ അഡൾട്ട്സിനാണെങ്കിൽ നമ്മുടെ 30 ഡേയ്സ് നെക്സ്റ്റ് 23rd നമുക്ക് സെഷൻ വരുന്നുണ്ട്. ഓഫ്ലൈൻ ആണ്. അപ്പം കുട്ടികളുടെ കേസിലാണെങ്കിൽ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ EFT ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എനർജി റിമൂവ് ചെയ്യാം, നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബോഡിയിൽ നിന്നും നെഗറ്റീവ് ആയിട്ടുള്ള എനർജി
നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ പറ്റും. അതുപോലെ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, അക്സെപ്റ്റൻസ്, ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ടെക്നിക്സ് മാത്രം യൂസ് ചെയ്തതുകൊണ്ട് നമ്മളിലേക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല കേട്ടോ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫ് സിസ്റ്റം ആണ് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത് തരുന്നത്. ആ ബിലീഫ് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ലിമിറ്റിംഗ് ബിലീഫുകളാണ് എങ്കിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതെന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ആക്കിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തിക്കണം. ഓക്കെ, ഇനി എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ് ബേസിക്സ് ലെസൺസ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആവാന്, സക്സസ്ഫുൾ ആവാന്, ആ ഒരു മാനിഫെസ്റ്റേഷൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാന്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാന്, അതുപോലെ എന്താണ് അവരുടെ കരിയറിൽ അവർക്ക് ആ ഒരു അടിപൊളി ഗ്രോത്ത് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നൽകാൻ പറ്റുന്ന ആ ഒരു ബേസിക്സ് ലെസൺസ് ആണ് ഈ കോഴ്സിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം, അതുപോലെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത്, ടൈം മാനേജ്മെന്റ്, ഗോൾസ് സെറ്റ് ചെയ്യുന്നത്, ഇവയൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതും അത്യാവശ്യമാണ് അല്ലേ? പഠനം മാത്രമല്ല, ഇമോഷണലി മെച്ചുവേർഡ് ആവണം. ഒരു പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യണം, അത് ഹീൽ ചെയ്ത് ഇമോഷണലി ഫ്രീ ആയി അല്ലെ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു പവറിലേക്കൊക്കെ അവർ എത്തിക്കണം അല്ലേ? ഇപ്പൊ നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് ബെറ്റർ ആവണം, അവരുടെ കരിയർ, അവരുടെ ഗ്രോത്ത്, അവരുടെ സക്സസ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലെസൺസ് നിങ്ങൾ പകർന്നു കൊടുക്കുക. നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേരത്തെ തന്നെ അവർക്ക് കൊടുത്ത് അവരുടെ ലൈഫ് സെറ്റിൽ ആക്കുക കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. യെസ് സർ, ചോദിച്ചോളൂ. 7:30 അല്ലേ ക്ലാസ് എന്ന് പറഞ്ഞ EFTന്റെ? അതെ 7:30 ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. Thank you, ma'am. Thank you.